ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു അവിയൽ റെസിപ്പിയാണ് പറഞ്ഞു തരുന്നത്. പലരും പല രീതിയിലാണ് അവിയൽ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനുവേണ്ടി നമ്മുടെ കയ്യിൽ ഏത് പച്ചക്കറിയാണോ ഉള്ളത് ആ പച്ചക്കറികളെല്ലാം നന്നായി വൃത്തിയായി കഴുകി നല്ല നീള കഷ്ണങ്ങളായി മുറിച്ച് ഏത് പാത്രത്തിലാണോ വേവിക്കുന്നത് ആ പാത്രത്തിലേക്കിട്ട് കുറച്ച് വെള്ളം, ശകലം ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് സ്റ്റൗ കത്തിച്ച് വേവിക്കാൻ വെക്കാം. ഓക്കെ. പിന്നെ ഞാൻ എല്ലാ പച്ചക്കറികളും ചേർത്തില്ലായിരുന്നു. മുരിങ്ങയ്ക്ക ഇപ്പോൾ ചേർക്കുന്നുണ്ട്. കാരണം മുരിങ്ങയ്ക്ക പെട്ടെന്ന് വേകുമല്ലോ. അപ്പോൾ കഷ്ണം പകുതി വെന്തതിന് ശേഷം മുരിങ്ങയ്ക്ക ചേർക്കുന്നുണ്ട്. ഓക്കെ. മുരിങ്ങയ്ക്ക ഇട്ട് നന്നായി ഇളക്കി മൂടി വെച്ച് അത് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ശകലം നാളികേരം, കുറച്ച് ജീരകം, ഒരു 4 പച്ചമുളക്, ഒരു 8 കൊച്ചുള്ളി, ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് അരയാൻ പാകത്തിന് കുറച്ച് വെള്ളം, ഒന്ന് ഒതുക്കി കിട്ടാൻ പാകത്തിന് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. കണ്ടോ, ഈ രീതിയിൽ. ഓക്കെ, ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ നമുക്ക് കഷ്ണം വെന്തിട്ടുണ്ടോ നോക്കാം. ഓക്കെ, കഷ്ണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ചേർക്കാം. ഇട്ടിട്ട് ആ ജാറിൽ ബാലൻസ് വന്നത് ശകലം വെള്ളം ഒഴിച്ച് അത് ഫുള്ളായി ചേർക്കണം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഉടയാത്ത രീതിയിൽ മെല്ലെ ഇളക്കി കൊടുക്കണേ. അതിനുശേഷം കുറച്ച് പുളി പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്. പുളി ആവശ്യമുള്ളവർ ചേർത്താൽ മതി. ഞങ്ങൾക്കിവിടെ കുറച്ച് പുളി വേണം, അതുകൊണ്ട് ചേർക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കരിവേപ്പില ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് പൊത്തി വെച്ച് അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കാം. അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ തുറന്നപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല അവിയൽ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയൊന്ന് ചുറ്റി ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെക്കാം നമുക്ക്. എന്നിട്ട് സെർവ് ചെയ്യാൻ നേരത്ത് ഞാൻ തുറന്നേ നല്ല സ്മെല്ലാണ്. നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് അങ്ങനെ കഴിക്കാൻ തോന്നും. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ അവിയൽ റെസിപ്പി ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അതോടുകൂടെ എനിക്കൊരു ലൈക്കും സബ്സ്ക്രൈബും തന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.